ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ സാക്ഷാൽ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് വെളിപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലെ രാത്രിയെ പകലാക്കി മാറ്റി. പാകിസ്ഥാൻ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഭീകരരെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും ഭുജിലെ വ്യോമത്താവളത്തിൽ വെച്ച് പ്രതിരോധ മന്ത്രി പറഞ്ഞു. സേനയുടെ കരുത്തുകൂട്ടാൻ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ കനത്ത നാശം വിതച്ചതെങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് ഇന്ത്യ വെളിപ്പെടുത്തുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസിന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെടുന്ന നിമിഷം. 15 ബ്രഹ്മോസ് മിസൈലെങ്കിലും പ്രയോഗിച്ചെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത് ട്രെയിലർ മാത്രമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബ്രഹ്മോസ് मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है. हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ അവസാനിപ്പിക്കണം. സഹായം ചെല്ലുക ഭീകരരുടെ കൈകളിലേക്കാണ്. കൊടും ഭീകരൻ മസൂദ് അസറിന് 14 കോടി രൂപ നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. പഹൽഗാം സംഭവത്തിന് ശേഷവും IMF പാകിസ്ഥാന് സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. $50,000 കോടി രൂപ അധികമായി അനുവദിച്ചാൽ ആകെ പ്രതിരോധ ബജറ്റ് 7 ലക്ഷം കോടി കടക്കും. നിലവിൽ 6.81 ലക്ഷം കോടിയാണ് പ്രതിരോധ ബജറ്റ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അധിക തുകയ്ക്ക് അനുമതി നേടാനാണ് നീക്കം. പുത്തൻ ആയുധങ്ങൾ വാങ്ങുന്നതിനൊപ്പം തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിക്കാനുമാണ് തുക വിനിയോഗിക്കുക. നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെട്ട ദിനങ്ങളാണ് കഴിഞ്ഞുപോയത്. ഭാവി മുന്നിൽ കണ്ട് എല്ലാവിധ ഭീഷണികളെയും തോൽപ്പിക്കാനുള്ള കരുത്തു കൂട്ടുകയാണ് നമ്മുടെ പ്രതിരോധ സേന. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിനുള്ള ഒരു സർവകക്ഷി സംഘത്തെ ഡോക്ടർ ശശി തരൂർ MP നയിക്കും. US UK പര്യടനം നടത്തുന്ന സംഘത്തെയാണ് തരൂർ നയിക്കുക. കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷനുമായി ഇക്കാര്യം ചർച്ച നടത്തി. CPM MP ജോൺ ബ്രിട്ടാസും സംഘത്തിലുണ്ടാകും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഇക്കാര്യത്തിൽ അതത് പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതു പാർട്ടികളോ ഈ MP-മാരെ അയക്കുന്നതിൽ എന്തെങ്കിലും വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ സഹകരണത്തോടെ അവരും കൂടി ഉൾപ്പെട്ട ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള MP-മാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും അത്തരം ഒരു വിയോജിപ്പുകൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഈ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം അത് നൽകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നപ്പോൾ ഒരു പാർട്ടിയും ഒരു വിയോജിപ്പും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് ഈ പെഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു മഹാദൗത്യം ഇന്ത്യ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ സന്ദേശം എന്താണ്, നയം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുക, ഒപ്പം തന്നെ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ നടപടികൾ അത് തെളിവോടുകൂടി തുറന്നു കാട്ടുക, ഇതിൽ അതായത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി നേടിയെടുക്കുക എന്നതാണ് ഈ സർവകക്ഷി പര്യടനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ ഭാഗമായാണ് പല സംഘങ്ങൾ, അതായത് ഓരോ ഇടങ്ങളിലേക്കും പല സംഘങ്ങളായിരിക്കും ഈ പര്യടനം നടത്തുക. ഇതിൽ US UK സംഘത്തെ നയിക്കുന്നത് ശശി തരൂർ MP എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു. ആ ഘട്ടത്തിൽ ശശി തരൂർ
തരൂർ പാർട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തേടണം, പാർട്ടിയുടെ അനുവാദം തേടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി ഈ വിഷയം സംസാരിച്ചതുമായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശശി തരൂർ ഈ സംഘത്തെ നയിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാർലമെന്റ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ശശി തരൂർ. അതാണ് ഈ ഒരു സംഘത്തിനെ നയിക്കാൻ അദ്ദേഹത്തെ തന്നെ ക്ഷണിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നയതന്ത്ര മേഖലയിലൊക്കെ പ്രാവീണ്യമുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സംഘം രൂപീകരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈ സംഘത്തിൽ കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ രാജ്യസഭ MP ജോൺ ബ്രിട്ടാസും ഉണ്ട് എന്നതാണ് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നിലവിലെ വിവരം എന്നുള്ളത്. എന്തായാലും ഗുലാം നബി ആസാദ്, അസറുദ്ദീൻ ഒവൈസി, കരിമൊഴി, സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ള MP-മാരും ഈ സംഘത്തിലുണ്ട്. വിജയകുമാർ. യെസ്, അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കുമുള്ള സംഘത്തെയാണ് ഡോക്ടർ ശശി തരൂർ MP നയിക്കുക. അക്കാര്യത്തിൽ കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ട് തരൂരിന് എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ജോൺ ബ്രിട്ടാസ് MP-യും ഏതെങ്കിലും ഒരു സംഘത്തിൽ, ഈ MP-മാരുടെ സംഘത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിച്ച വിവരം. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ജമ്മു കാശ്മീരിൽ 48 മണിക്കൂറിനിടെ 6 ഭീകരരെ വധിച്ചതായി സൈന്യം. ഭീകരരെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ ഉറപ്പു നൽകി. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ ഇന്ന് സന്ദർശനം നടത്തി. പഹൽഗാം ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കടുത്ത നടപടിയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്നത്. മെയ് 12-നാണ് ഷോപ്പിയാൻ മേഖലയിൽ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ തന്നെ സൈന്യം പ്രദേശം വളഞ്ഞ് തെരച്ചിൽ തുടങ്ങി. വനത്തിൽ ഏറെ ദുഷ്കരമായ ഓപ്പറേഷനാണ് സേന വിജയകരമായി പൂർത്തിയാക്കിയത്. 3 ഭീകരരെ വധിച്ചു. 48 മണിക്കൂറിനുള്ളിൽ അടുത്ത ഓപ്പറേഷൻ. ത്രാലിലെ നാന്ദേറിൽ ഗ്രാമത്തിനകത്താണ് ഭീകരർ എത്തിയതെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കി. इन दोनों ऑपरेशंस में CRP, आर्मी, जम्मू कश्मीर पुलिस का शाना बशाना रोल रहा है और इन लोगों ने, हमारे जवानों ने और हमारे अफसरों ने कंधे से कंधा मिला के इन ऑपरेशंस को अंजाम दिया है. इन दोनों ऑपरेशंस में 6 टेररिस्ट को न्यूट्रलाइज किया गया. ഗ്രാമത്തിലെ വീടുകളിൽ ഒളിച്ചിരുന്നാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. ഗ്രാമവാസികളെ മറയാക്കാൻ ശ്രമമുണ്ടായി. സാധാരണക്കാർക്ക് അപായമൊന്നും പറ്റാതെ വേണമായിരുന്നു ഭീകരരെ നേരിടേണ്ടത്. അതും വിജയകരമായി പൂർത്തിയാക്കാൻ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞു. ജർമ്മൻ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഷാഹിദ് കുട്ടെ അടക്കമുള്ള 3 ഭീകരരെ കൂടി വധിച്ചു. വനമേഖലയിലടക്കം സൈന്യം ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. 24 ഡൽഹി. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ 3 ഭീകരരെ സുരക്ഷാസേന പിടികൂടി. പിടിയിലായത് 2020 മുതൽ ലഷ്കർ ഇ തയ്യബയുടെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സായി പ്രവർത്തിക്കുന്നവരാണ്. ഭീകരരുടെ കയ്യിൽ നിന്നും ഒരു പിസ്റ്റളും ഒരു ഗ്രനേഡും കണ്ടെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ പിടിയിലായ 3 പേരും സജീവമായി ഈ ലഷ്കർ ഇ തയ്യബ ആ ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരാണല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ മേഖലയിൽ, ബുദ്ഗാം മേഖലയിൽ ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ട് എന്നും ഈ യുവാക്കൾ 3 പേരും ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് എന്നുമുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ മുസമിൽ അഹമ്മദ്, ഇഷ്ഫാഖ് പണ്ഡിറ്റ്, മുനീർ അഹമ്മദ് എന്നീ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. 3 പേരും ബുദ്ഗാം സ്വദേശികൾ തന്നെയാണ്. 5 വർഷത്തോളമായി ലഷ്കർ ഇ തൊയ്ബയുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തൊയ്ബ നേതാക്കളുടെയും നിർദ്ദേശമനുസരിച്ച് പ്രദേശത്ത് ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, ഒപ്പം തന്നെ മറ്റ് ഭീകരവാദികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക തുടങ്ങിയ നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായുള്ള തെളിവുകൾ അടക്കമുള്ളവ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ മേഖലയിൽ പ്രധാനമായും അനന്ത്നാഗ്, ബദ്ഗാം, കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം ഏറെയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രാദേശിക ഭീകരവാദികൾക്ക് എതിരായ നടപടികൾ ശക്തമാക്കിയതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. തുടർന്നും പ്രാദേശിക ഭീകരർക്കായുള്ള നടപടികൾ തുടരും എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. വിജയകുമാർ.
2020 മുതൽ ലഷ്കർ ഇ തയ്യബയുടെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സായി പ്രവർത്തിച്ച 3 ഭീകരരെയാണ് ഇപ്പോൾ സേന പിടിച്ചത്. അവരുടെ പക്കൽ പിസ്റ്റൾ, ഗ്രനേഡ് ഒക്കെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തെരച്ചിൽ പല മേഖലയിലും ജമ്മു കാശ്മീരിൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക്. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന CPM മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്തു പോലീസ്. ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ 24നോട് പറഞ്ഞു. ജി സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിലാണ് ആലപ്പുഴ സൗത്ത് പോലീസിന്റെ നടപടി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന 4 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ച ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ തെളിവില്ലാതെയാണ് പോലീസ് നടപടി എന്ന വിമർശനവുമായി CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്തെത്തി. അപ്പൊ അതിനെക്കുറിച്ച് ഒരു FIR ഇടുമ്പോഴത്തേക്ക് അന്വേഷണം നടത്തണ്ടേ? പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് FIR എടുക്കൂ. ജി സുധാകരന് വീഴ്ച സംഭവിച്ചു എന്നും കേസ് വന്നെങ്കിൽ നേരിടട്ടെ എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. അതേസമയം തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന സുധാകരന്റെ വിവാദ പ്രസംഗം തള്ളി 1989 LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV ദേവദാസ് രംഗത്തെത്തി. എനിക്ക് അത്ഭുതം തോന്നി ആ റിപ്പോർട്ടുണ്ടപ്പോൾ. എന്താ ഇങ്ങനെ പ്രതികരിക്കാൻ? ഞാൻ എൻ്റെ ശ്രദ്ധയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. ആരും എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. കേസ് സംബന്ധിച്ച് പ്രതികരിക്കാൻ ജി സുധാകരൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ സൗത്ത് പോലീസ് ഉടൻ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തും. 24 ആലപ്പുഴ. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല. 2 ഇടത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രിയിലും RRT സംഘത്തിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടാകും. കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തി. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവും ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറി. നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എടക്കാക്കുണ്ട് പറശ്ശേരി മേഖലകളിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ വനംവകുപ്പ് പ്രസ്തുത മേഖലകളിൽ പ്രത്യേക തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാളികാവ് പാറശ്ശേരിയിൽ വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇന്നലെ രാത്രി സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. എന്നാൽ റാവുത്തൻമലയിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ ആക്രമണമുണ്ടായ സ്ഥലത്തും സമീപത്തെ അരുവിക്കടുത്തും കൂടുകൾ സ്ഥാപിച്ചു. 20 പേരടങ്ങുന്ന 3 റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിലിനുണ്ട്. ഇപ്പോൾ ഇന്ന് തിരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അതിനുള്ള അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡ്രോൺ പരിശോധനയും ആരംഭിച്ചു. കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിന്റെ പിൻവശത്ത് ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാളികാവിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. വനം മന്ത്രിയുടെ കയ്യും കാലും കെട്ടി കടുവക്കൂട്ടിൽ ഇടണമെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറി. 24 മലപ്പുറം. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. MLAയുടെ ഇടപെടൽ മൂലം കേസ് അന്വേഷണം തടസ്സപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും വനം മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കോന്നി MLA KU ജനീഷ് കുമാറിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുമാണ് റിപ്പോർട്ട്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ MLA ബലമായി പിടിച്ചിറക്കിക്കൊണ്ടുപോയി. ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം തടസ്സപ്പെട്ട നിലയിലാണെന്നും ദക്ഷിണ മേഖല CCF RR കമലഹാർ വനം മന്ത്രി AK ശശീന്ദ്രൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോന്നി DFO ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി. കാക്കി ഊരി വന്നാൽ DYFIക്കാർക്ക് കൈകാര്യം ചെയ്യാനേ വനംവകുപ്പുകാർ ഉള്ളൂ എന്ന്
CPIM ചിറ്റാർ ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രന്റെ പ്രകോപന പരാമർശം. കായിക ബലം പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ശേഷി പരീക്ഷിക്കാൻ കാക്കി ഊരിയിട്ട ശേഷം ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരൻ വിചാരിച്ചാൽ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയുടെ പ്രവർത്തകർ വിചാരിച്ചാൽ ഈ തൂത്തുവാരി അടിച്ചില്ലാതാക്കാൻ പറ്റിയ ഫോറസ്റ്റുകാരനും മറ്റ് അനുബന്ധമായ ആളുകൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ എന്ന് തിരിച്ചറിയണം. വനമുദ്യോഗസ്ഥർ അനധികൃതമായി തടങ്കലിൽ പാർപ്പിച്ചു എന്ന 6 പേരുടെ പരാതിയിൽ പോലീസ് മൊഴിയെടുക്കൽ ആരംഭിച്ചു. അതേസമയം വനംവകുപ്പ് നൽകിയ പരാതിയിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. AV ജയശങ്കർ, 24 പത്തനംതിട്ട. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന തെറ്റായ പ്രവണതകൾ സർക്കാർ പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരിശോധിക്കേണ്ട കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാട്. വനമുദ്യോഗസ്ഥരുടെ തെറ്റായ പ്രവണതകൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയും രംഗത്തെത്തി. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഫോറസ്റ്റ് രാജാണ് പല സ്ഥലങ്ങളിലും നടപ്പാക്കുന്നതെന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. അദ്ദേഹം നടത്തിയിട്ടൊരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് വന്നിരിക്കുന്നു. ആ കേസ് കൈകാര്യം ചെയ്യുന്നുള്ളത് രാജീവ് അബ്രഹാം പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ച ഒരു കാര്യം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തതല്ല. പരാതിയെല്ലാം കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത് പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ ഗവൺമെൻറ് പോകണം. അത് തന്നെയാണ് കാണുന്നത്. ആവശ്യമായ രീതിയിൽ പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ ചില പ്രവണതകളെ സംബന്ധിച്ച് വലിയ ആക്ഷേപവും അഭിപ്രായവും വന്നിട്ടുണ്ട്. അപ്പോൾ വേർഡൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് തന്നെ പ്രശ്നമായി കണ്ടതല്ലേ. ഒരു പരിധിവരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ കാണുന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്. എന്താണ് ഇവർ ചെയ്യുന്നത്? 1 മൂന്നാം പറ, 2 ഒരു ഫോറസ്റ്റേഴ്സ് രാജ് നടത്തുകയാണ് അവർ. ഇത് ജനീഷ് കുമാർ എന്നുള്ളതിന്റെ വിഷയമല്ല. ഒരു ജനപ്രതിനിധിക്ക് അവകാശമുണ്ട്. മാത്രമല്ല, എന്താണ് ഈ പ്രതിക്കെതിരെയുള്ള കേസ് ചോദിക്കാൻ മറുപടിയില്ലല്ലോ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. CISF ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറെടുപ്പിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. കാറിനിടയിൽപ്പെട്ട ഐവിൻ ജിജോയെ 37 മീറ്റർ വലിച്ച് ഇഴച്ചെന്നും കണ്ടെത്തൽ. പ്രതികളായ വിനയകുമാറിനെയും മോഹിനെയും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. CISF ഉദ്യോഗസ്ഥർ നടത്തിയ കൊടും ക്രൂരതയുടെ വിശദാംശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കാർ തട്ടിയതിനെ തുടർന്നുള്ള തർക്കം നേരിയ സംഘർഷത്തിന് വഴിവെച്ചു. പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന് കൊല്ലപ്പെട്ട ഐവിൻ ജോർജ് CISF ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വീഡിയോയും പകർത്തി. ഇതെല്ലാമാണ് ഐവിനെ കൊലപ്പെടുത്താനുള്ള പ്രകോപനത്തിന് കാരണം. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. CISF SI വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ 29-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമാകും തെളിവെടുപ്പ് നടത്തുക. പരമാവധി CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിച്ചു. അങ്കമാലി കോടതിയിലെത്തിച്ച പ്രതികൾക്ക് നേരെ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. 24 കൊച്ചി. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജോയ്ക്ക് വിട നൽകി ജന്മനാട്. തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം നടന്നത്. ഐവിനെ കൊലപ്പെടുത്തിയവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ബൈക്കിൽ പോയാൽ നായ വട്ടം ചാടുമെന്ന ഭീതിയിലാണ് മകന് കാർ നൽകിയത്. അതൊരു മടങ്ങിവരവില്ലാത്ത യാത്രയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ അമ്മ. നാട്ടുകാർക്ക് ഇനിയും നടുക്കം മാറിയിട്ടില്ല. പറഞ്ഞില്ലേ, 2 വീലറിൽ പോയാ പട്ടിയെ ചാടുന്ന കാറിൽ വിട്ടു തരുമ്പോൾ സഹിക്കാൻ പറ്റില്ല. കേട്ടപ്പോ നമ്മളുടെ കണ്ണിൽ തന്നെ ഒഴിപ്പോയി. മനുഷ്യ മനസാക്ഷിക്ക് തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ അത്ര അതിക്രൂരമായിട്ട്. ഞാൻ ഇന്നലെ പോസ്റ്റ്മോർട്ടം സ്ഥലത്തുണ്ടായിരുന്നു. അവിടുന്ന് കൈയുടെ ഒരു ഭാവമൊന്നുമില്ല. വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അവനെ ഇങ്ങനെ ചെയ്ത ആളെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്ന് കൃത്യമായ അവന് ഒരു വിധി ന്യായത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. നാളെ ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. കൊലപാതകികളായ CISF ഉദ്യോഗസ്ഥർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് ഒരു അപകടമല്ല, ക്രൂരമായ കൊലപാതകമാണ്. അത് ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത്
അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. ഐവിന്റെ അമ്മയുടെ കണ്ണീരിന് മറുപടി നൽകാൻ ആർക്കുമാവില്ലെങ്കിലും കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. ഇനി ഐവിൻ ജിജോമാർ ആവർത്തിക്കാതിരിക്കണം. മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിന് ജാമ്യമില്ല. പ്രതിയെ 14 ദിവസത്തേക്ക് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കുറ്റകൃത്യത്തിന്റെ ആഴം കോടതിക്ക് ബോധ്യമായെന്ന് മർദ്ദനമേറ്റ ശ്യാമിലി പ്രതികരിച്ചു. ഓഫീസിലെ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനം. പ്രതിക്ക് കുടുംബവും 3 കുട്ടികളുമുണ്ട്. സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തി, ലീഡിംഗ് അഭിഭാഷകനാണ്. ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇതായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ സാക്ഷികളെയും ഇരയെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും കോടതിയിൽ പറഞ്ഞു. ഇക്കാര്യങ്ങളായിരുന്നു ജാമ്യത്തെ എതിർക്കാനുള്ള പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങൾ. പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രതിയെ പൂജപ്പുര ജയിലിലെത്തിച്ചു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ശ്യാമിലി പ്രതികരിച്ചു. നീതി കിട്ടിയെന്ന് തന്നെയാണ് കരുതുന്നത്. കോടതിക്കും ഇത് മനസ്സിലായി, ക്രൈമിൻ്റെ ഗ്രേവിറ്റി മനസ്സിലായി. കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും. പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പ്രതി ബെയ്ലിൻ ദാസിനെ പോലീസ് പിടികൂടിയത്. 24 തിരുവനന്തപുരം. കണ്ണൂർ മലപ്പുറത്തുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിന് പിന്നാലെ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ തുടരുന്നു. കണ്ണൂരിൽ ആസൂത്രിത ആക്രമണങ്ങളിലൂടെ CPM കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു. കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഗൂഢാലോചനയാണ് മലപ്പുറത്തുണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. മലപ്പുറത്തെ പ്രകോപന മുദ്രാവാക്യത്തിൽ 6 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മലപ്പട്ടം സംഘർഷത്തിനു പിന്നാലെ ജില്ലയിലെ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തളിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റിന്റെ വീട് CPM പ്രവർത്തകർ ആക്രമിച്ചു. വീടിന് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളും തകർത്തു. കണ്ണൂരിൽ SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയും അക്രമമുണ്ടായി. നഗരത്തിലെ കോൺഗ്രസ് പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. മലപ്പട്ടത്തെ പദയാത്രയ്ക്കിടെ ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് മുഴക്കിയ പ്രകോപന മുദ്രാവാക്യത്തിലാണ് പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെ 6 നേതാക്കൾക്കെതിരെയാണ് കേസ്. മലപ്പട്ടത്തെ സംഘർഷം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്ത് ബോധപൂർവമായ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള ഗൂഢാലോചന, സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോചന തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പോലീസിന്റെ അറിവോടെ CPIM കണ്ണൂരിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. 24 കണ്ണൂർ. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തില്ല എന്ന K സുധാകരന്റെ വാദം തള്ളി കോൺഗ്രസ് ഹൈക്കമാൻഡ്. വിഷയത്തെ സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചെന്ന് ദേശീയ നേതൃത്വം അറിയിച്ചു. സുധാകരന്റെ ഇപ്പോഴത്തെ വിമർശനങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എനിക്ക് നിരാശയുണ്ട്, സ്വാഭാവികം. ഇതിലാ മറച്ചു വെക്കുന്നു. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇത് പോകണമെന്നൊരു താല്പര്യമോ അവർക്ക് മനസ്സിലുണ്ടാകും. സ്വാഭാവികമായും അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇതൊക്കെ. സൂചന പോലും തരാതെയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതെന്നും മാറ്റിയ രീതി ശരിയായില്ലെന്നുമായിരുന്നു K സുധാകരൻ തുറന്നടിച്ചത്. KC വേണുഗോപാലിനെയും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമടക്കം പരോക്ഷമായി വിമർശിച്ചു. എന്നാൽ സുധാകരന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചു. ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം തേടിയ ശേഷമാണ്. സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപാദാസ് മുൻഷിയെ ധരിപ്പിച്ചത് സംസ്ഥാന നേതാക്കൾ തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃത്വത്തെ മാറ്റണമെന്നും നേതാക്കൾ നിലപാടെടുത്തെന്നും AICC വ്യക്തമാക്കി. K സുധാകരന്റെ വിമർശനത്തോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് AICCയുടെ തീരുമാനം. 24 ഡൽഹി.
BJPയെ പുകഴ്ത്തിയും ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കിയും കോൺഗ്രസ് നേതാവ് പി ചിദംബരം. ഇന്ത്യ സഖ്യം നിലവിൽ ദുർബലമാണ്. BJPയെ പോലെ സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിലില്ല എന്നും അദ്ദേഹത്തിന്റെ പരാമർശം. ചിദംബരത്തിന്റെ പ്രസ്താവന ആയുധമാക്കി BJP നേതാക്കൾ രംഗത്തെത്തി. If the India alliance is totally intact, I'm very, very happy. But it is, it shows it's at the seams, it's frayed. If you want to take on the formidable BJP machinery, in my experience and my reading of history, there has been no political party which is so formidably organized as the BJP. ഇന്ത്യ സഖ്യം പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുന്നുവെങ്കിൽ താൻ സന്തോഷിക്കും. നിലവിൽ ഇന്ത്യ സഖ്യം ദുർബലമാണ്. ശക്തിപ്പെടുത്താൻ ഇനിയും സമയമുണ്ട്. തന്റെ ചരിത്രവായനയിൽ നിന്ന് BJPയെ പോലെ സംഘടിതമായൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പി ചിദംബരത്തിന്റെ പ്രസ്താവന. ഇന്ത്യ സഖ്യത്തിന്റെ ദുർബലതയെക്കുറിച്ചുള്ള വാക്കുകളേക്കാൾ കോൺഗ്രസിന് പ്രഹരമേൽപ്പിച്ചത് BJPയുടെ സംഘടനാ മികവിനെ പുകഴ്ത്തിയതാണ്. പി ചിദംബരത്തിന്റെ പ്രസ്താവന BJP സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ അനുയായികൾക്ക് പോലും കോൺഗ്രസിന് ഭാവിയില്ലെന്നറിയാമെന്ന് BJP വക്താവ് പ്രതാപ് ഭണ്ഡാരി പറഞ്ഞു. പി ചിദംബരത്തിന് താഴെത്തട്ടിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം തോന്നലെന്ന് CPI വിമർശനം. ശ്രീ ചിദംബരത്തിന് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടൊന്നും വലിയ സമ്പർക്കമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതാവാം. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഒന്നിച്ചു വരുമ്പോഴാണ് ഒരു ശക്തിയാകുന്നത്. പല തുള്ളി പെരുവെള്ളം എന്നുള്ളതാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വലിയ ശക്തരാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഇടത് ജനാധിപത്യ മതേതര പാർട്ടികളും പ്രസ്ഥാനങ്ങളും ആളുകളും എല്ലാം ഒരുമിച്ച് വരണമെന്ന് പറയുന്നത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നിർജീവമാണെന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വിമർശനത്തിന് പിന്നാലെയാണ് പി ചിദംബരത്തിന്റെ പ്രസ്താവന. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ കെൽപാമിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് S സുരേഷ് കുമാറിനെയും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് SR വിനയകുമാറിനെയും മാറ്റി. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് MD ആയിരുന്ന SR വിനയകുമാർ. ചെയർമാനുമായുള്ള അസാരസ്യങ്ങളെ തുടർന്നാണ് നടപടി. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്താണ് ഈ സ്ഥാനചലനത്തിന് പിന്നിൽ? വിജയകുമാർ CPIMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് SR വിനയകുമാർ. കെൽപാം MD ആയിരുന്ന SR വിനയകുമാറിനെ കെൽപാം ചെയർമാനുമായുള്ള ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനായ വിനയകുമാറിനെ മാതൃസ്ഥാപനത്തിലേക്ക് മടക്കി അയക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ഇത് ഔദ്യോഗികമായി സർക്കാർ നൽകിയിരിക്കുന്ന ഒരു ഓർഡർ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കൊല്ലം മീറ്റർ കമ്പനി MD സ്ഥാനത്ത് നിന്നും വിനയകുമാറിനെ സമാനമായ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ ഒഴിവാക്കലിനൊപ്പം തന്നെ ചെയർമാൻ S സുരേഷ് കുമാറിനെ കൂടി നീക്കിയിട്ടുണ്ട്. അതിന് പകരം നിലവിൽ ഈ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതല നിലവിലെ KBIP CEO ആയ സൂരജിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കെൽപാം ചെയർമാന്റെ ചുമതല വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായ ആനി ജൂല തോമസ് IAS-നുമാണ് നൽകിയിരിക്കുന്നത്. അതൊരു സാധാരണഗതിയിലുള്ള നേതൃമാറ്റം എന്ന നിലയിലാണ് സർക്കാർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നതെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസമാണ് ഈ സ്ഥാനചലനത്തിന് കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധ സമരത്തിനിടെ വൻ സംഘർഷം. പ്രതിഷേധക്കാർ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസറെ തടഞ്ഞു. പോലീസും മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷ സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ലെന്നും പോലീസ് അകാരണമായി കസ്റ്റഡിയിലെടുത്ത മത്സ്യത്തൊഴിലാളികളെ വിട്ടുകിട്ടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ മുതലപ്പുഴയിൽ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. സംഭവം കൂടെ ഉണ്ടായി. അനിഷ്ട സംഭവത്തിന്റെ ഇടയിൽ ഇവിടുത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടിയ ഒരു അവസ്ഥയുണ്ടായി. ആ പയ്യൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ആ പയ്യനെ കൂടി നമുക്ക് തന്നാൽ മാത്രമേ ഇതൊരു പൂർണ്ണമായ ഇന്നത്തെ ചർച്ച കൊണ്ടൊരു സമമായ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പം നിലവിലുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചിട്ടുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് 11 വയസ്സുകാരനെ കാണാനില്ല എന്ന് പരാതി. പുത്തൻകടോട്ട സ്വദേശി അർജുനെയാണ് വൈകുന്നേരം മുതൽ കാണാതായത്. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുട്ടിയുടെ ചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ,
എന്താണ് വീട്ടുകാർ നൽകുന്ന വിവരം? പോലീസ് എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഈ സമയത്ത്? വിജയകുമാർ, ഇപ്പോഴും ആ വീട്ടുകാർ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. നിലവിൽ വൈകുന്നേരം 5 മണി മുതലാണ് ഈ കുട്ടിയെ കാണാതായത്. വൈകുന്നേരം 5 മണിയോടുകൂടി വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിൽ കുട്ടിയുടെ മുത്തശ്ശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങിയതാണ് കുട്ടി. അതിനുശേഷം പിന്നീട് കുട്ടിയെ കണ്ടിട്ടില്ല. ഈ വീട്ടുകാർ കരുതിയിരുന്നത് ഈ സമീപത്തെ വീടുകളെ, അവിടെ നിരവധി വീടുകൾ അടുത്തടുത്തായി ഉണ്ട്, സമീപത്തെ വീടുകളിലേക്ക് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ്. അമ്പലവും അകലെയല്ല, അതുകൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് കുട്ടി തിരികെ വരാത്തതിനാൽ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം നഗരത്തിലെ പുത്തൻകുട്ട സ്വദേശിയായ അർജുൻ, 11 വയസ്സുകാരനാണ്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പല വഴികളിലും പോലീസ് ഈ കുട്ടി മറ്റെവിടെയെങ്കിലും സുഹൃത്തുക്കളുമായൊക്കെ പോയതാകാമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ മാളുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് കുട്ടിയുടെ ചിത്രം. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ തിരുവനന്തപുരത്തിന്റെ പരിസര പ്രദേശങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കണമെന്നും പോലീസ് തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ആ കുട്ടിയെ തിരികെ ലഭിക്കും, തിരികെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് നിലവിലുള്ളത്. അതിനായി പ്രദേശത്തെ CCTV, കുട്ടി നടന്നു പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ കൂടി ശേഖരിച്ചു വരികയാണ്. അല്പസമയം മുൻപ് മാത്രമാണ് ഈ കുട്ടിയെ കാണാനില്ലെന്നൊരു പരാതി ഔദ്യോഗികമായി പോലീസിലേക്ക് വീട്ടുകാർ നൽകിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ സലീമ, ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോൾ ഈ CCTV ഒക്കെ ഉള്ള ആ വീടിന് ചുറ്റുപാടുമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏത് വഴിക്കാണ്, ഏത് ദിശയിലേക്കാണ് കുട്ടി നടന്നത് അല്ലെങ്കിൽ പോയത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പരിസര പ്രദേശങ്ങളിലെ CCTV ഒക്കെ പോലീസിനെ സഹായിക്കുമെന്ന് കരുതാം അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നതും. കാരണം തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് ഈ കുട്ടിയുടെ ഈ പുത്തൻകോട്ട എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിരവധി CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഈ പ്രദേശത്തെ കുട്ടി നടന്നു പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വളരെ വേഗത്തിൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. കുട്ടി എവിടെയെങ്കിലും മറ്റു കൂട്ടുകാരുമായി പോയതാണോ എന്നുള്ള പരിശോധന പോലീസ് സമാനമായി കുട്ടിയുടെ കൂട്ടുകാരെ മറ്റെവിടെയെങ്കിലും കാണാതായോ എന്നൊരു അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ഇല്ല. അതുകൊണ്ട് കുട്ടി ഒറ്റയ്ക്കാണ് പോയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എവിടേക്കാണ് നടന്നു പോയത് എന്നുള്ള പരിശോധനയ്ക്ക് ഈ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും ഒപ്പം തന്നെ നമ്മൾ ഈ ചാനലുകളിൽ കൂടി കുട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിലുള്ള വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പങ്കുവെക്കണമെന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മറ്റെവിടെയും പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിന്റെയും ഒരു വിലയിരുത്തൽ. ഈ കുട്ടിയെ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, തിരുവനന്തപുരത്തൊക്കെയുള്ള പ്രേക്ഷകർ ഈ ചിത്രം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്കുക. 11 വയസ്സുള്ള കുട്ടിയാണ്. പുത്തൻകോട്ട സ്വദേശി അർജുൻ. വൈകുന്നേരം മുതൽ കാണാതായി. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ്. ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ ആ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നവർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഫോർട്ട് പോലീസിനെ അറിയിക്കുക. ഇതാണ് ആ കുട്ടിയുടെ ചിത്രം. 11 വയസ്സേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം 5 മണി മുതലാണ് കുട്ടിയെ 11 വയസ്സുള്ള കുട്ടിയെ കാണാതായി എന്ന പരാതി പോലീസിന് ലഭിച്ചത്. പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാമെന്ന വ്യാജനെ 2 കോടി തട്ടാൻ ശ്രമിച്ച 2 പേർ വിജിലൻസ് പിടിയിൽ. കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയുടെ പരാതിയിലാണ് തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവർ അറസ്റ്റിലായത്. പരാതിക്കാരനെതിരെയുള്ള ED കേസിനെ കുറിച്ച് പ്രതികൾ അറിഞ്ഞതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിക്കെതിരെ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കേസ് ഒതുക്കി തീർക്കാമെന്ന വ്യാജേന വിൽസണും മുരളിയും വ്യവസായിയെ സമീപിച്ചത്. 2 കോടി രൂപയാണ് സെറ്റിൽമെന്റ് തുകയായി ആവശ്യപ്പെട്ടത്. 50 ലക്ഷം രൂപ 4 തവണകളായി കേരളത്തിന് പുറത്തുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നായിരുന്നു നിർദ്ദേശം. അഡ്വാൻസായി 2 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. തട്ടിപ്പ് മനസ്സിലായതോടെ വ്യവസായി വിജിലൻസിനെ സമീപിച്ചു. ഇന്നലെ വിജിലൻസ് നിർദ്ദേശപ്രകാരം പണം കൈമാറാൻ എത്തിയപ്പോഴാണ് പനമ്പള്ളി നഗറിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. പനമ്പള്ളി നഗർ ഭാഗത്ത് വെച്ചിട്ട് 2 ലക്ഷം രൂപ കൈമാറുമ്പോൾ വിൽസനെ പിടികൂടി. വിൽസൺ ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്ത സമയത്ത് വിൽസൺ അതിലെ വേറെ രാജസ്ഥാൻകാരനായ ഒരു മുരളി എന്ന ഒരാൾ ആണ് ഈ അക്കൗണ്ട് നമ്പറെല്ലാം തന്നത്.
അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറഞ്ഞ അയാൾക്ക് ഇതിൽ പങ്കുണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ മുരളിയും പിന്നീട് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. രണ്ടു കൂട്ടരെയും വിശദമായിട്ട് ചോദ്യം ചെയ്തു. അവരെ അറസ്റ്റെല്ലാം രേഖപ്പെടുത്തി. കശുവണ്ടി വ്യവസായിക്കെതിരെയുള്ള ED കേസിനെ കുറിച്ച് പ്രതികൾക്ക് വിവരം ലഭിച്ചത് എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പിടിയിലായ തമ്മനം സ്വദേശി വിൽസന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ എത്തുന്നുണ്ടെന്ന് വിജിലൻസ് പരിശോധനയിൽ മനസ്സിലാക്കി. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. 24 കൊച്ചി. ചാലക്കുടി കൂടപ്പുഴയിൽ തെരുവുനായയുടെ കടിയേറ്റ് 12 പേർക്ക് പരിക്ക്. ഗുരുതര പരിക്കേറ്റ് 2 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ആഴ്ച മുമ്പ് 6 പേരെ കടിച്ച തെരുവുനായ ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. കൂടപ്പുഴ ക്ഷേത്രത്തിന് സമീപത്തെ മേഖലയിലാണ് തെരുവുനായ വ്യാപകമായി ആളുകളെ ആക്രമിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വഴിയാത്രക്കാരായ 12 പേർക്ക് പരിക്കേറ്റു. ഒരു വീട്ടമ്മയുടെ കൈ നായയുടെ വായ്ക്കകത്ത് അകപ്പെട്ടു. മകനെത്തി നായയുടെ വായ വലിച്ചു തുറന്നാണ് കൈ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈ കാലത്ത് തുടങ്ങി വീട്ടുകാർ പറയുന്നതാണ് അവിടുത്തെ മെമ്പറോടും ആൾക്കാരും മുനിസിപ്പാലിറ്റിയും വിളിച്ച് പറഞ്ഞിട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പട്ടിയുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണെന്നുള്ളത്. റോഡിൽ നടന്ന് അടിക്കുന്നത് ചുവന്ന പട്ടിയാണ്. രാവിലെ മുതൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നെന്നും പരാതിപ്പെട്ടെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് ഇത്രയും പേർക്ക് പരിക്കേൽക്കാൻ കാരണമെന്നും ആരോപണമുണ്ട്. ആ ഭാഗത്തുള്ള ആളുകൾ വാർഡ് കൗൺസിലറെ അറിയിച്ചിട്ടും എന്നിട്ട് പോലും അതിൽ ഒരു ശ്രദ്ധ കാണിക്കാനായിട്ട് ചാലക്കുടി നഗരസഭയ്ക്കോ വാർഡ് കൗൺസിലർക്കോ പറ്റിയിട്ടില്ല. ഇത് എന്ത് നിലപാടാണ് ചാലക്കുടി നഗരസഭ ഭരണപക്ഷം എടുക്കണേ? 2 ആഴ്ച മുൻപും തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് കൂടപ്പുഴയിൽ പരിക്കേറ്റിരുന്നു. പിന്നീട് നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധയും സ്ഥിരീകരിച്ചു. വീണ്ടും തെരുവുനായയുടെ ആക്രമണമുണ്ടായത് പൊതുജനങ്ങളുടെ ആശങ്ക ഇരട്ടിപ്പിക്കുകയാണ്. 24 തൃശൂർ. എറണാകുളം കലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കലൂർ സിഗ്നലിന് സമീപമാണ് അപകടം. യാത്രക്കാരൻ ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ട് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് അൻമരിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കടവന്ത്രയിൽ നിന്നും കലൂരിലേക്ക് വരുന്ന ഈ കലൂർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലൂർ സിഗ്നലിലാണ് ഈ കാറിന് തീ പിടിക്കുന്നത്. കാറിന്റെ മുൻവശം മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കത്തി നശിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം തീ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആദ്യം നമുക്കുണ്ടായിരുന്ന ഒരു ഭയം അതിനകത്ത് ആളുണ്ടായിരുന്നോ, കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്, അതൊരു സിഗ്നലും കൂടെയാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ആളുണ്ടായിരുന്നോ ഉള്ളൊരു ഭയമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഭയപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം നിലവിലില്ല. കാരണം ഒരാളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ തീ ഉയർന്നത് കണ്ടപ്പോൾ തീ ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തി ഇറങ്ങി ഓടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരാൾ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. തുടർന്ന് ഈ പരിസരത്തുള്ള ആളുകൾ തന്നെയാണ് ഈ തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡാണ്, അത് മാത്രമല്ല കലൂർ സിഗ്നലാണ്, അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്. ഈ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ സംഭവം നടക്കുന്ന സമയത്ത്, തീ ഉയരുന്ന സമയത്ത് ചേട്ടൻ ഈ സ്ഥലത്തുണ്ടായിരുന്നു? സിഗ്നൽ നിർത്തിയ വണ്ടിയിൽ നിന്ന് ഡ്രൈവറിന് ഇറങ്ങി ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് സ്പാർക്ക് വന്നിട്ടെന്തോ പുകയാണ് ആദ്യം കണ്ടത്. അപ്പം എൻ്റെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിച്ചു. പക്ഷെ അതിൽ നിർത്താൻ പറ്റില്ല. ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് തീ എല്ലാം പുറത്തോട്ട് വന്നത്. അതിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടത് കാരണം ആൾ കത്തിയപ്പോഴേക്കും. ഇത് തന്നെയാണ്, വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഭയം ആളുണ്ടായിരുന്നോ എന്നുള്ള ഒരു ഭയമാണ്. പക്ഷേ പിന്നീട് ഈ തീ ഉയർന്നപ്പോൾ തന്നെ, അതായത് ചെറിയ രീതിയിൽ സ്പാർക്ക് ഉണ്ടായപ്പോൾ തന്നെ ആൾ ഇറങ്ങി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. മാത്രമല്ല കലൂർ സിഗ്നലാണ്, ഈ വാഹനങ്ങൾ ഒരുപാട് വരുന്ന ഒരു സമയം കൂടിയാണ്. ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആളുകൾ പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയയുമാണ് ഈ കലൂർ മെയിൻ സിഗ്നൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഈ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഒരു ഇടപെടൽ, ആ ഒരു ഇടപെടലാണ് വലിയ ദുരന്തത്തിൽ നിന്നും അവസാനിച്ചത്. ക്യാമറമാൻ രാഹുൽ VS-നൊപ്പം അൻമരിയ സണി, 24. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്കില്ല. സ്പോൺസർമാർ പിന്മാറിയെന്ന് കായിക മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നായിരുന്നു കായിക മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വൻ നിരാശ. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് എത്തില്ല. മാഡ്രിഡിലെത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കായികമന്ത്രി ചർച്ച നടത്തി ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ പണം നൽകാമെന്ന് പറഞ്ഞ സ്പോൺസർമാർ പിന്മാറി. ഇതോടെ കായിക വകുപ്പ് പ്രതിരോധത്തിലായി. അർജന്റീന ടീം കേരളത്തിലേക്കില്ലെന്ന് മന്ത്രിയുടെ ഓഫീസിന് സ്ഥിരീകരിക്കേണ്ടി വന്നു. 300 കോടിയിലധികം രൂപയായിരുന്നു സർക്കാർ ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനായിരുന്നു നീക്കം. 3 സ്പോൺസർമാർ പല ഘട്ടങ്ങളിലായി സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഓരോരുത്തരായി പിന്മാറി.
200 കോടിയിലധികം രൂപ അർജന്റീന ടീമിനും മറ്റു നടത്തിപ്പിന് 100 കോടിയിലധികം രൂപയുമായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. ഈ തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി ടീമിനെ എത്തിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ നേരത്തെയുള്ള പ്രഖ്യാപനം. ഇതിനിടയിൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ അർജന്റീന ടീമിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച വിവരങ്ങളും അർജന്റീനയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതിൽ കേരളത്തിലെ യാത്രയില്ല. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.